ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഹാ ഡിസൈൻസ് ചെയ്യുന്ന ഒരു നെക്ക് പീസ് വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്ത ഒരു കളറും കിട്ടിയത് വേറൊരു കളറുമാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഹാ ഡിസൈൻസിന്റെ സൈഡിൽ നിന്ന് എനിക്കുണ്ടായൊരു ദുരനുഭവമാണ് കേട്ടോ ഈ വീഡിയോയിലും പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഓണം സമയത്ത് 2023 ഓണം സമയത്ത് അവരൊരു ഹാഫ് സാരി ദാവണി സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2023 ആ ഒരു ടൈമിലൊന്നും ഞാൻ അങ്ങനെ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇഹേന്ന് ഞാൻ ഒരു പ്രോഡക്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ഇഹേന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചു തുടങ്ങിയത്. അപ്പം എൻ്റെ ചേച്ചി എബ്രോഡാണ്. ചേച്ചി അവിടുന്ന് ഇങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോഴും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് അത് നമുക്ക് ഷോളിന് നമുക്ക് ലെങ്ത് കിട്ടുമോ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ചേച്ചി വന്ന സമയത്ത് എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ നമ്മൾ കാലിന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് അങ്ങനെ ഓണം ആ ഒരു രീതിയിൽ പോയതുകൊണ്ട് നമ്മൾ ധാവണി സെറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിൽ ആ ഒരു ധാവണി സെറ്റ് കണ്ടു. അവളുടെ കയ്യിൽ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണിന് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ അതെനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ നോർത്ത് അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് കോഡൊക്കെ അടിച്ചു കൊടുത്ത് നോക്കിയപ്പം ആ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. അതിനുശേഷം ഈ കഴിഞ്ഞ വിഷുവിൻ്റെ സമയത്ത്, നമ്മുടെ ഈ വർഷത്തെ വിഷുവിൻ്റെ സമയത്ത് ഇവർ ഈ പ്രോഡക്റ്റ് വീണ്ടും റീലോഞ്ച് ചെയ്തു. അതൊരു എബോവ് 2000 ആയിരുന്നു അതിൻ്റെ റേറ്റ്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു 2000 എബോ ഉള്ള പ്രോഡക്റ്റ് അത് കാണാത്ത പാടെ എനിക്ക് ആ ഇഷ്ടപ്പെട്ട യെല്ലോ കളർ ബുക്ക് ചെയ്തു. ഞാൻ അതിൻ്റെ വീഡിയോസാണ് ഈ സൈഡിൽ കൊടുക്കുന്നത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും മനം മയക്കുന്ന രീതിയിലുള്ള ഒരു ധാവണി സെറ്റ് ആയിരുന്നു അത്. നമുക്ക് എന്താ പറയുക, ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും, ഒരു ട്രഡീഷണൽ ടച്ച് തോന്നും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ ഈ സാധനം ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. അതായത് എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് ആ ഒരു ഷോളിന് എനിക്ക് ഒട്ടും ഇറക്കം കിട്ടത്തില്ല. നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് കിടന്നാലല്ലേ അതിന് ആ ഒരു ധാവണിയുടെ ഭംഗി കിട്ടത്തുള്ളൂ. എന്നാലും പോട്ടെ, സാരമില്ല, ആഗ്രഹിച്ച് വാങ്ങിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബ്ലൗസൊക്കെ കൊണ്ട് തയ്ച്ചു. അപ്പം ഇപ്പോഴത്തെ ഒരു തയ്യൽ കൂലിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 1000-നടുത്താകും ഒരു ബ്ലൗസ് തയ്ച്ചു വരാൻ. അതിൻ്റെ ലൈനിങ്ങും എടുത്ത് ഇന്നലെ ഞാൻ ഒരിടത്ത് പോയി ബ്ലൗസിൻ്റെ തയ്യൽ കൂലി വെച്ചപ്പോൾ 1300 രൂപയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തയ്ച്ച് കിട്ടുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഏകദേശം ഒരു 1000 രൂപയ്ക്ക് അടുത്താകും തയ്യൽക്കൂലി. അപ്പോൾ 2000-ന് മേലെയായി നമ്മളിത് വാങ്ങിച്ചപ്പോൾ. പിന്നെ തയ്യൽക്കൂലിയും കൂടെ കൂട്ടി എത്രയും പൈസയൊക്കെ ആയി. ഒരു 3000 രൂപയോളം നമുക്ക് അതിൻ്റെ പുറമെ ചിലവായി. കാരണം ബ്ലൗസ് തയ്ച്ച് ഈ സാധനം മേടിച്ചപ്പോഴത്തേക്ക് ഒരു 3000 രൂപയായി. അങ്ങനെ എന്നാലും വേണ്ടില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ ആ സാധനം വാങ്ങിച്ച് ഞാനൊന്ന് അതിട്ട് കുറച്ച് ഫോട്ടോസ്, വിഷുവിൻ്റെ ടൈമിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന വീഡിയോയും ഫോട്ടോയൊക്കെ അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിത് ഇട്ട് മുഷിഞ്ഞതാണല്ലോ. അപ്പം നമ്മൾ അലമാരിയിലേക്ക്, പ്രത്യേകിച്ച് ഇതൊരു ട്രഡീഷണൽ വെയർ ആണ്, അപ്പം നമ്മളിത് അലമാരിയിലോട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സും യൂസ് ചെയ്യാത്ത ഡ്രസ്സും വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സും എല്ലാം കൂടെ മിക്സഡ് ആക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇതൊന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നീ ആ സാധനം വാഷ് ചെയ്തായിരുന്നു? അവൾ പറഞ്ഞിട്ട് ഞാൻ ഷാമ്പു വാഷ് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സെയിം സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് പറയണം. കളറ് പോലും ചേഞ്ച് ഇല്ല, നമ്മൾ ആ സെയിം പ്രോഡക്റ്റാണ് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനും ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്. കാരണം ഇത് രണ്ടും ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറാണ്, ഗ്രീനും യെല്ലോയും ആണ്. ഇതെങ്ങാനും കളർ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഷാമ്പു നന്നായിട്ട് പതച്ചൊക്കെ വെച്ചിട്ട് ഈ സ്കേർട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് പൊക്കിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിൽ അഴുക്കൊന്നും ഇല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ആ തയ്യക്കടയിൽ കൊടുത്തപ്പോൾ അവിടെ അവർ പല പൊടിയുടെ ഇതിൻ്റെ എല്ലാം ഇടയിലിട്ട് പിന്നെ അവർ ചോക്ക് കൊണ്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് കഴുകി എന്നേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ഉടുത്ത് അത് വേർപ്പ് പറ്റിയതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ സ്കേർട്ട് പെട്ടെന്ന് പൊക്കി. അപ്പം തന്നെ ഞാൻ അതിൽ വെള്ളത്തിൽ ഗ്രീൻ കളർ കണ്ടു. ഞാൻ പെട്ടെന്ന് അത് വേറെ നല്ല വെള്ളത്തിൽ മുക്കി അങ്ങനെ അയൽ കൊണ്ടുപോയി ഞാൻ ഈ ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ഇത് കൊണ്ടുപോയി അയൽ വിരിച്ചിട്ടതൊക്കെ കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ അത്രയും സെക്കൻഡ്സ് ഓഫ് ടൈമിനുള്ളിൽ എവിടുന്നൊക്കെയോ കുറച്ച് ഡ്രോപ്സ് അതിൽ വീണിട്ടുണ്ടായിരുന്നു. അന്നുവെച്ച് ഞാൻ ഈ സാധനം ഉണങ്ങിയെടുത്തപ്പോഴത്തേക്ക് ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ കളർ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ കസിനെ വിളിച്ചിട്ട് ചേച്ചി നീ അത് അലക്കിയായിരുന്നോ, നിൻ്റെതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? അവൾ എന്നോട് പറഞ്ഞു ഇല്ലടി, എൻ്റെ ഒരു കുഴപ്പമില്ല, കാരണം അവളത് ഉടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയതുകൊണ്ട് അവളും അത് വാഷ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ അവളുടെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ എന്താ എൻ്റെ ഇതിന് മാത്രം ഇങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചു.
വിചാരിച്ചിട്ട് ഞാൻ ആകെ വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്ത് നമ്മൾ 10,000 രൂപ ഇതിനു വേണ്ടി ഇപ്പം മുടക്കിയിട്ടുണ്ട്, എന്നാൽ ശരി ഇതൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഡ്രൈ ക്ലീൻ ചെയ്ത് കിട്ടിയപ്പോഴും അതിൽ നിന്ന് ഒരു ശകലം പോലും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കൊടുത്തപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞായിരുന്നു ഇത് പോകാൻ ചാൻസ് കുറവാണെന്ന്. എന്തായാലും ഡ്രൈ ക്ലീൻ ചെയ്ത് ഒരു 250 രൂപയും കൂടെ എനിക്ക് പോയി കിട്ടി. അപ്പോൾ ആകെ മൊത്തം എനിക്ക് നഷ്ടം എന്ന് പറയുന്നതായിരിക്കും ശരിയാ. കാരണം നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം. അപ്പോൾ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. കാരണം ഓൾറെഡി ലോഞ്ച് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു സാധനം അത് നല്ല ഹിറ്റായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് വീണ്ടും റീലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്തത്. അവർ ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയപ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാരെ എത്ര പേരത് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു ധാവണി അല്ലെങ്കിൽ സെറ്റ് സാരി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് എസ്പെഷ്യലി കൂടുതലും ഹിന്ദുസ് ആയിരിക്കും. ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാർ വാങ്ങാറുണ്ട്. എന്നാൽ പോലും എസ്പെഷ്യലി ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയുകയാണ്, അവർ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്യാതെ അവരത് യൂസ് ചെയ്യത്തില്ല. കാരണം അവർ അമ്പലത്തിലും ഒക്കെ ഉടുത്തോണ്ട് പോകുന്ന സാധനങ്ങളാണ്. നമ്മളിത് വാങ്ങിച്ച് 2 ഫോട്ടോ എടുത്ത് ചലമാരി വെക്കാൻ വേണ്ടിയല്ലല്ലോ വാങ്ങിക്കുന്നത്, നമ്മൾ ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്നവരാണ്. അപ്പോൾ നമ്മളത് ഉടുത്ത് മുഷിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് അലക്കിയിട്ടാണ് നമ്മളത് വീണ്ടും റീയൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ ഉടുക്കുമ്പോൾ ഒന്ന് അലക്കാതെ ഒന്നും അത് ആരും ഉടുക്കത്തില്ല. അപ്പോൾ ഇവർ ക്വാളിറ്റിയിൽ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത് വാങ്ങിച്ച് മാമിനോടാണ് ഈ ഡിസൈൻസിലെ മാം ഈ വീഡിയോ കാണുമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് മാമിനെ അറിയിക്കുകയാണെങ്കിൽ ഒരു കാര്യമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക്, പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇതുപോലെ കണ്ട് ഇഷ്ടം തോന്നുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ 10, 50, 100 ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റണം. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അപ്പനും അമ്മയും കയ്യിൽ ചുരുട്ടി വെച്ച് തരുന്ന 500, 1000 അങ്ങനെയുള്ള തുകയൊക്കെ കൂട്ടി വെച്ചാണ് ഞങ്ങൾ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ. കാരണം ഇത് പലരുടെയും കണ്ണിൽ അനാവശ്യമായിരിക്കും. ഇപ്പൊ ധാവണി കൊടുത്ത് നീ എവിടെ പോവാന്ന് ചോദിക്കും. പക്ഷെ നമുക്കതൊക്കെ ആഗ്രഹമാണ്, മനുഷ്യനാണ്, ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുഞ്ഞു ആഗ്രഹങ്ങളെങ്കിലും നമ്മൾ നടത്തണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്ന തുകയിൽ നിന്ന് 2000, 2500, 3000 നിങ്ങൾ പറയുന്ന തുക തന്നിട്ടാണ് നമ്മൾ ഈ സാധനം മേടിക്കുന്നത്. അപ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാമിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ഒരേ പ്രോഡക്റ്റ് തന്നെ 2 ക്വാളിറ്റിയിൽ നിങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചവരോട് ചോദിച്ചറിഞ്ഞിട്ട് രണ്ടാമത് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ വിഡ്ഢിവേഷം കെട്ടിയവരായി. കാരണം അതിൻ്റെ കളർ ഇളകി എന്നെപ്പോലെ തന്നെ എത്രയോ പേർക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പറയും ചിലപ്പോൾ അത് ഡ്രൈ ക്ലീൻ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ വാഷബിൾ അല്ല. മാം സാധാരണക്കാരായ ജനങ്ങളാണ്, നമുക്കെല്ലാം ഒന്നും കൊണ്ട് അങ്ങനെ ഡ്രൈ ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം ഇറക്കിയ പ്രോഡക്റ്റ് നോർമൽ വാഷ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്ത് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞാനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ഒരു മിനിമം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാമിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇത്രയും നല്ല സ്റ്റോറാണ്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു 8 മാസം കൊണ്ട് ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതല്ല, അതിനാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവം ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് വാഷ് ചെയ്യുന്നതിന് മുന്നേ, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഒക്കെയുള്ള വീഡിയോസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് മാമിനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, അത് കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊന്ന് പ്രൊവൈഡ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളോട് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ നിങ്ങൾ ബാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇതേപോലെ പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്കത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്ത് ആദ്യം അത് വാഷ് ചെയ്യുന്നതിന് മുന്നത്തെ വീഡിയോയും അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കളർ പിടിച്ചതും ലാസ്റ്റ് കാണിച്ചത് ഡ്രൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒട്ടും പോകാത്തതുമാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ആ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനം ഞാൻ അപ്പം തന്നെ മടക്കി അലമാരി വെച്ച് ഇനി അത് കണ്ട് സന്തോഷിക്കാനേ പറ്റത്തുള്ളൂ, കണ്ട് ആഗ്രഹം തീർക്കാനേ പറ്റത്തുള്ളൂ. ഇനി ഒരിക്കൽ കൂടെ അത് വെയർ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് പോലും പോകാത്ത ആ ഒരു കളറ് ഇനി നമ്മളെന്തെങ്കിലും കെമിക്കലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ആ ഉള്ള യെല്ലോ കളറും കൂടെ അങ്ങ് ഇറങ്ങി പോകത്തേ ഉള്ളൂ. അതും എനിക്കറിയില്ല ഇങ്ങനെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ വെയർ, എസ്പെഷ്യലി ട്രഡീഷണൽ വെയർ, പാർട്ടി വെയർ ഒക്കെ ആണെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിൽ ഇറക്കുന്നത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള സാധനങ്ങൾ ഇറക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇറക്കുക. ഇത്രയും പൈസ തരുന്ന ഞങ്ങൾ മേടിക്കുന്നതാണ്. നിങ്ങളുടെ പൈസയ്ക്ക് വിലയുള്ള പോലെ തന്നെ ഞങ്ങളുടെ പൈസയ്ക്കും വിലയുണ്ട് മാം, ഒരുപക്ഷെ അതിനേക്കാളേറെ. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഞങ്ങളൊക്കെ
ഞങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ തരുന്ന ആ പൈസയ്ക്കുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് തരാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇനിയുള്ള പ്രോഡക്ട്സിലെങ്കിലും ഇങ്ങനെയുള്ളൊരു ദുരനുഭവം ഉണ്ടാവത്തില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്ലീസ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാം. ഇതൊരു റിക്വസ്റ്റ് ആണ്, എന്നെ പോലുള്ള സാധാരണക്കാരായുള്ള സ്ത്രീകളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് മാം കണക്കാക്കണം. അപ്പോൾ ഇഹ ഡിസൈൻസിനെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഇഹ ഡിസൈൻസിലെ പ്രോഡക്റ്റ് എല്ലാം മോശമാണെന്ന് പറയാനോ ഒന്നുമല്ല. ഇപ്പൊ ഇങ്ങനെ 2 വീഡിയോ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. ഇനിയും വരുന്നുണ്ട് ഇഹ ഡിസൈൻസിന്റെ വീഡിയോസ്. കാരണം ഞാൻ അവരുടെ നിന്ന് കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുണ്ട്, ചീത്തയുണ്ട്, അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, കൊടുത്ത പൈസന് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പുറകെ വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും കേട്ടോ. എനിക്കാണെങ്കിൽ പറയുമ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നുള്ളൊരു ക്യാരക്ടറും കൂടാണ് എൻ്റെത്. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഓടി വന്നിങ്ങനെ കേട്ടവർക്കും പറഞ്ഞവർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഈ ദാവണി മേടിച്ച് പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.